പ്രാർത്ഥന ഒന്നാമത് മാറ്റുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തെയോ അവൻ്റെ സാഹചര്യങ്ങളെയോ അല്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവവുമായി അടുത്തു വരികയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് വളരെ ഫലമുണ്ട്. ഒരു റിലീജിയസ് എക്സസൈസ് ഓഫ് പ്രെയർ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു രീതി പോലെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വലിയ മാറ്റം വരുത്തുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ വളരെ ശ്രദ്ധയേറിയ ദൈവോന്മുഖമായ പ്രാർത്ഥനയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് കഴിയും. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിൻ്റെ പിന്നാലെ എന്നെ വലിക്കുക, നാം ഓടിപ്പോകുക, രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയറാണ്. ഡ്രോ മീ ആഫ്റ്റർ യു ആൻഡ് ലെറ്റസ് റൺ ടുഗദർ. എന്നെ വലിച്ചുകൊണ്ട് പോകുക, നമുക്ക് ഒരുമിച്ച് ഓടിപ്പോകാം. എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ദ കിങ് ഹാസ് ബ്രോട്ട് മീ ഇൻ ടു ഹിസ് ചേംബേഴ്സ്. രാജാവ് എന്നെ രാജാവിൻ്റെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. രാജാവിൻ്റെ പള്ളിയറവ അഥവാ അദ്ദേഹത്തിൻ്റെ ചേംബർ, അത് രഹസ്യ സ്വഭാവമുള്ളവരാണ്. സാധാരണ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ഇതിവിടെ നമ്മൾ കാണുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി രാജാവിൻ്റെ ഇന്നർ ചേംബറുകളിലേക്ക് പ്രവേശിക്കുകയാണ്, പള്ളി അറകളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആത്മതലങ്ങളിലേക്ക് ഉയരുകയാണ്. അതൊരു ജൽപ്പനങ്ങളല്ല, അതെന്തെങ്കിലും വാക്കുകൾ പുലമ്പുന്ന ഒരു അനുഭവമല്ല. ദൈവമാർക്കും കാണിച്ചു കൊടുക്കാത്ത ചില ആത്മീയ മണ്ഡലങ്ങളിലേക്ക് അവൻ കയറിപ്പോകുന്ന അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പത്രോസ് ഉച്ച സമയത്ത് പ്രാർത്ഥിക്കുവാനായി വെൺമാടത്തിൽ കയറി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ആ സമയത്താണ് ഇതുവരെ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില രഹസ്യങ്ങളെ അവന് വെളിപ്പെടുത്തുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന അനുഭവമുണ്ടോ? ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമുണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ടോ? നാം ആത്മതലങ്ങളിലേക്ക് ഉയരുക തന്നെ ചെയ്യും. ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ചില ആത്മമണ്ഡലങ്ങൾ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങൾ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. മാനുഷിക ബുദ്ധിക്ക് അതീതമായി, മനുഷ്യൻ ചിന്തിക്കുന്ന അതീതമായി, പ്രതികൂല സാഹചര്യങ്ങൾക്ക് അതീതമായി അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആത്മമണ്ഡലങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുമോ? രാജാവിൻ്റെ ഇന്നർ ചേംബറുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. ദൈവമാർക്കും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില ആത്മമണ്ഡലങ്ങളിലെ നിഗൂഢമായ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങളിലൂടെ ചില അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. പൗലോസിൻ്റെ ടവൽ കൊണ്ടുപോയി ഇടുന്നിടത്തൊക്കെ സൗഖ്യം സംഭവിച്ചതുപോലെ, പത്രോസിൻ്റെ നിഴൽ തട്ടിയപ്പോൾ സൗഖ്യം സംഭവിച്ചതുപോലെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും.